ഹലോ, നമസ്കാരം. ഞാനപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേ. ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് എപ്പോഴും ഒരു ബൈക്ക്, ഒരു 10-16 വയസ്സ് തൊട്ട് നമുക്ക് ഒരു ആഗ്രഹമാണ് ബൈക്ക് ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇങ്ങനെ സ്പീഡിലൊക്കെ ഇങ്ങനെ പോകണം. എന്നിട്ട് നമ്മൾ കാശൊക്കെ കൂട്ടിയിട്ട് 18 വയസ്സാകുമ്പോൾ ഒരു ബൈക്കൊക്കെ വാങ്ങും. പക്ഷേ ഈ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, 10-25 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ പോയി അപ്പം ഈ ഒരു സ്കൂട്ടറിലാട്ടാ അല്ലെങ്കിൽ ഒരു കാറിലാട്ടാ അങ്ങനെയൊക്കെ നമ്മളെപ്പോഴും കാണണമല്ലേ ഇങ്ങനെ ആൾക്കാരിങ്ങനെ മാറണ ഫ്രണ്ടിലൊരു കൊച്ചിനെയൊക്കെ ഇരുത്തി. പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ആഗ്രഹം ഉണ്ടാവും, കാശും ഉണ്ടാവും. പക്ഷെ അവർക്ക് ആ ഒരു മൈൻഡ് ഇങ്ങനെ വർക്കൗട്ട് ആവില്ല ഭൂരിഭാഗം പേർക്കും. പക്ഷെ അവർക്ക് ആ ആഗ്രഹം എപ്പോഴും മനസ്സിൽ കിടക്കും, ഇങ്ങനെ നമ്മൾ വലുതായാലും ഇങ്ങനെ കിടക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ തിരിച്ചറിയണ സമയത്ത് നമ്മുടെ അടുത്ത് ചിലപ്പോൾ ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ, എനിക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ബൈക്ക് വാങ്ങുന്ന സമയത്ത് ഒരു 6 മാസം മുമ്പ്. അപ്പോഴാണ് ഞാനൊരു എൻ്റെ കമ്പനിക്കാരോട് ഇങ്ങനെ ചോദിക്കണം, ഇങ്ങനെ ഒരു ബൈക്ക് ഒരെണ്ണം വാങ്ങണം. ഞാൻ നോക്കി വെച്ച ബൈക്കൊക്കെ ഇങ്ങനെ സാധനം അങ്കിൾമാരൊക്കെ ഇങ്ങനെ ഓടിക്കണ പോലത്തെ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക്, അത്ര എക്സൈറ്റിങ് അല്ല, അധികം പവറില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഒത്തിരി അഗ്രസീവായിട്ടുള്ള ബൈക്കൊക്കെ സ്പീഡ്, എക്സൈറ്റ്മെൻറ്റ്, അഡ്രിനാലിൻ അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് എനിക്കിഷ്ടം. പക്ഷേ അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവനിങ്ങനെ ഒരു ഡയലോഗ് അടിച്ച്, നമ്മൾ ഒരു പ്രാവശ്യം ജീവിക്കുള്ളൂ, എന്തായാലും കുറച്ചാളയുമ്പോഴൊന്നും ഇങ്ങനത്തെ ബൈക്കൊന്നും ഓടിക്കാനുള്ള മൈൻഡും ഹെൽത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിനക്കിപ്പോൾ അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു നല്ലൊരു സ്പോർട്സ് ബൈക്ക് നീ വാങ്ങിച്ചോ, സെറ്റാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് ഞാൻ ഈ ബൈക്ക് പോയിട്ട് പൊക്കിയിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരു കൂട്ടുകാരൻ ഇതേപോലെ ബൈക്ക് വാങ്ങാൻ മൈൻഡുണ്ട്, പക്ഷേ ആൾക്കാർ ആ സാഹചര്യം സമ്മതിക്കാണ്ട് ആഗ്രഹം മനസ്സിലൊതുക്കിക്കൊണ്ടിരിക്കണത് അവന് ഷെയർ ചെയ്യും.